എന്താ അറിയോ ഒരു നമ്മള് സ്ഥലത്ത് അടങ്ങിയിരി. സൗണ്ട് ഇവിടെ മൈക്ക് ഓൺ ആക്കല്ലേ മൈക്ക് ഓൺ ആക്കല്ലേ ഇപ്പൊ മൈക്ക് ഓൺ ആക്കല്ലേ. ഓക്കെ, നമ്മളെന്താ പ്ലാൻ ചെയ്യണ അറിയോ? നമ്മളൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നല്ല ഫാമിലീസ് മാത്രം. നല്ല ഫാമിലീസ് തന്നെ പറഞ്ഞ ആ അലയൻസിൽ അത്രയും എല്ലാവരും റെസ്പെക്ട് കൊടുത്ത് നല്ല രീതിയിലേക്ക് നിൽക്കണ ഒരു ഇതില്. അപ്പോ അതിന് നമ്മളൊരു ഒരു എഗ്രിമെന്റ് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു റൂൾ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. റൂൾ ബുക്ക് മാത്രമല്ല, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാം. അത് വായിച്ചു നോക്കുക. അപ്പൊ ഏകദേശം മനസ്സിലാവും കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. നമ്മളെന്താ വെച്ചാൽ എല്ലാവരുടെയും അലൈൻ ചെയ്യുക, എന്നിട്ട് സ്ട്രോങ് ആയിട്ടൊരു ടീം ഉണ്ടാക്കുക. നാളെ സിറ്റിയിൽ നമ്മളോട് നമ്മള് പക്ഷെ റൂളുണ്ട്. നമ്മൾ ആരും പോയിട്ട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ആരെങ്കിലും നമ്മളെ ചൊറിയാൻ വന്നാൽ ഈ ഫുൾ അലയൻസ് ഒന്നിച്ചാവും. അതേപോലെ തന്നെ മന്ത്ലി അലയൻസിന്റെ അണ്ടറിൽ എല്ലാ മാസവും ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യും. അതിൽ സ്പോർട്സ്, അതർ കൾച്ചറൽ ആക്ടിവിറ്റീസ്, അതായത് ജയിക്കുന്നവർക്ക് സമ്മാനം. അതുകൊണ്ട് ഈ അലയൻസിൽ ഫാമിലി വരുന്നുണ്ടോ എല്ലാവരും മാസം ഒരു 5 പേ ചെയ്യണം. അങ്ങനെ ഈവെന്റ്സ് കണ്ടക്ട് ചെയ്യാൻ. പിന്നെ നമ്മള് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ OCGകളില്ലേ, നമ്മുടെ ഈ OCG മാത്രമല്ല, ഓർഗനൈസേഷൻ ലെവലിൽ നമ്മള് ഹയർ പൊസിഷൻസ് എങ്ങനെയും നേടാൻ നോക്കുക. മൂന്നാമത്തെ കാര്യം, എലൈറ്റിലേക്ക് എല്ലാവരും ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാന്. നമ്മുടെ അലയൻസ് കയറി കഴിഞ്ഞാൽ മെല്ലെ 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 എല്ലാ വീടുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മെല്ലെ 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 നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. നന്നായിരിക്കും. ഫുൾ നമ്മുടെ അലയൻസ് ഫുൾ ആയിട്ട് എലൈറ്റിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ അറിയോ, എലൈറ്റിൽ ഒരുത്തരും കേറി വന്ന് നമ്മൾ അടിക്കില്ല. പുറത്തുള്ള കാര്യം വേറെ, കേറി വന്ന് അടിക്കില്ല. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നീ പുറത്ത് നമ്മൾ അടിച്ചാലും ഉണ്ടല്ലോ, നീ പറ എങ്ങനെ പോലെ ഒരു 50-100 പേരോ അലയൻസിന്റെ അണ്ടറിൽ ഓൺലൈനിൽ ഉണ്ടാവും. ഞങ്ങളുടെ ഫാമിലിയിൽ മാത്രം 40 പേര് ഓൺലൈനിലുണ്ട്. അപ്പൊ അങ്ങനെ എത്ര പേരുടെ ഫാമിലിയിൽ ഉണ്ടാവും? അങ്ങനെയല്ലടാ. ഇപ്പൊ നീ ആലോചിച്ചോക്കെ, ഇപ്പൊ TN മാത്രം ഇറങ്ങണത് വേറെ കാര്യം. അപ്പൊ അതേപോലെ നമ്മുടെ അലയൻസ് എല്ലാം കൂടി ഇറങ്ങി എന്തായിരിക്കും അവസ്ഥ? കൂടുതൽ ക്ലാഷ് വന്നത് മല്ലു മല്ലു ഫാമിലീസ് ആയിട്ടാണ്. ഈഗോ ക്ലാഷ് ഏറ്റവും കൂടുതൽ മല്ലു മല്ലു ആണ്. അതാ ആ വിഷയം. അതിനിടെ ഒരു കാര്യം, മല്ലു ഫാമിലി മാത്രമായിട്ട് യോജിക്കാൻ സമയം പിടിക്കും. അതാ വിഷയം. അപ്പൊ അതാണ് നമ്മളിപ്പോ ഉണ്ടാക്കണ എന്താ വെച്ചാ, ഫിയർലെസ് ഗ്യാങ്സ് എന്ന് പറഞ്ഞൊരു ഒരു അലയൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഫിയർലെസ് ഗ്യാങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും ഭയമില്ല, നമ്മൾ ആരെയും ഭയപ്പെടില്ല, പിന്നെ നമുക്ക് ഭയമില്ലാതെ ജീവിക്കുകയും ചെയ്യാം എന്ന രീതിയിൽ. റെസ്പെക്ട്, യൂണിറ്റി, ഇതൊക്കെയാണ് അതിന്റെ മെയിൻ കാര്യങ്ങൾ. അപ്പൊ എന്താ വെച്ചാ, അത് കണ്ടിട്ട് കുറെ പേര് മുന്നോട്ട് യോജിക്കാൻ വന്നോളും തനിയെ. റീഫണ്ട് എങ്ങനെ അടിക്കണ ചെയ്യും? അതായത് പർച്ചേസ് ചെയ്തിട്ട് റീഫണ്ട് അടിക്കാനാ? അങ്ങനെ പ്ലേ സ്റ്റോർ റീഫണ്ട് അടിക്കും? അല്ല, അങ്ങനെ ആവുമ്പോ അലന്റെ കാര്യം എനിക്ക് അറിയാതെ. അലന്റെ അതാരാ? ഓ, ഡാർവിനോടൊക്കെ ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, ഒരു മിനിറ്റ്. റീഫണ്ട് അടിച്ചു.